ഞാൻ യൂട്യൂബ് തുടങ്ങിയത് എന്തിനു വേണ്ടി? മനസ്സിന് ടെൻഷൻ കുറക്കാൻ, റിലാക്സിന്. ഇതൊക്കെയായിരിക്കും ചിലവർക്ക് പണം ഉണ്ടാക്കാനായിരിക്കും. ഇതൊക്കെ ഇല്ലയെന്നല്ല, ഇതൊക്കെ എനിക്ക് അവസാനം എന്ന കാര്യങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പണം ഇപ്പം അധ്വാനിച്ചാലും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ പിന്നെ നീ എന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വിചാരിക്കും. ഉണ്ട്, എൻ്റെ മമ്മിയുടെ മുഖത്തെ സന്തോഷത്തിന് വേണ്ടി. അപ്പോൾ എന്താ ഇപ്പം മമ്മിക്ക് സന്തോഷത്തിന് കുറവെന്ന് വിചാരിക്കും. മക്കളങ്ങ് യൂറോപ്പിൽ, ഇപ്പം നാട്ടിലുള്ളവരെ ചിന്ത 2 മക്കൾ പെൺമക്കളാണ്, 2 മക്കളും കുറയണം. പക്ഷെ എല്ലാവരും വിചാരിക്കണം ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അല്ല, ഓരോ മക്കൾ, എൻ്റെ മമ്മിയും ഇതെന്നെ പ്രതീക്ഷിച്ചായിരിക്കും വിട്ടത്. മക്കൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും, അങ്ങനെ പുതിയ വീടൊക്കെ വെക്കാം എന്ന ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. യൂട്യൂബ് അതൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. മീൻസ് നാട്ടിൽ ഞാൻ വെറുതെ 2-3 കൊല്ലത്തോളം വെറുതെ ഇരുന്നിട്ട് പോലും എൻ്റെ മൈൻഡിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും വന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നി എല്ലായിടത്തും തോറ്റിരിക്കണല്ലേ, എന്തിനെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ജയിക്കണ്ടേ. അപ്പം അങ്ങനെ തുടങ്ങിയതാണിത് പ്രത്യേകിച്ച്. അപ്പം അത് യൂട്യൂബ് തുടങ്ങി വീഡിയോസൊക്കെ ഇട്ടു. ഒരു വീഡിയോ ഇട്ടു, അത് 10K ഒക്കെ പോയിട്ടോ. 10K പോയപ്പോൾ ഞാൻ മമ്മീനെ വീഡിയോ വിളിച്ചത് പറഞ്ഞപ്പോൾ മമ്മിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം മമ്മിയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇനി ഈ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കാം. അങ്ങനെ വലിയ രീതിയിൽ കണ്ടിന്യൂ ആയിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞ് നിൽക്കുന്നില്ല. ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു കുന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷനിൽ തുടക്കത്തിൽ ചാനലിൽ എന്തിടണം, ബാനർ എന്തൊക്കെ ഇടണം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്കിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറിയണത്. എന്തിന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ, വീഡിയോ എങ്ങനെ എടുക്കണമെന്ന് അറിഞ്ഞൂടാ, എങ്ങനെ വീഡിയോസ്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ വീഡിയോ എങ്ങനെയാണ് വെച്ചെടുക്കേണ്ടത് പോലെ അറിഞ്ഞൂടാ, അതിന് വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഒരു ABCD പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിൽ ആയിരിക്കുമ്പോൾ എന്തുണ്ടെങ്കിലും മമ്മി എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് വേറെ ആരും സങ്കടപ്പെട്ട എനിക്ക് ജീവിതത്തിൽ വലിയ സങ്കടമൊന്നും അറിയില്ല. എൻ്റെ മമ്മി സങ്കടപ്പെട്ട് ഇങ്ങനെ സങ്കടം പറയുമ്പോൾ മാത്രമേ അത്, കാരണം കുഞ്ഞുനാൾ മുട്ടിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ഞങ്ങൾ ഈ നിലയിലെത്തിച്ചത് മമ്മിയായിരിക്കും. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിച്ചത് മമ്മിയായിരിക്കും. ഈ വീഡിയോ കൊണ്ട് കരയണമെന്നും തോന്നരുത്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി സങ്കടമൊന്നും കരഞ്ഞു വരട്ടോ. എന്നെപ്പോലെ തോറ്റിരിക്കണവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രചോദനം ആകട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് ഈ കുഞ്ഞുനാളിലോട്ട്, അതായത് മാത്സ് എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. കുത്തിയിരുന്ന് പഠിപ്പിക്കോട്ടാ. പക്ഷെ പരീക്ഷാ ഹോളിലെത്തുമ്പോഴേക്കും അതൊക്കെ മൊത്തം ഛർദ്ദിച്ച് പോയിട്ടുണ്ടെന്നല്ല, ഛർദ്ദിച്ചു. പിന്നെ ടീച്ചർ കൂടെ പുറത്തുകൊണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നു പരീക്ഷ എഴുതി. ഞാൻ വിചാരിച്ച് പൊട്ടുമ്പോൾ മമ്മിയുടെ നടി കിട്ടും. കുറേ തല്ലിയൊക്കെ ഇട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇപ്പോഴും പറയും ആരണ്ട ബുദ്ധിയാണ്, പഠിച്ചാലും തലയും കയറത്തില്ല, ആരണ്ട ബുദ്ധിയാണെന്ന് പറയും. ആയിരുന്നു ഞാൻ മറന്നു പോകും. അതിപ്പോൾ എൻ്റെ കുഴപ്പമാണ്, മറന്നു പോകും. അതിപ്പോൾ എന്നെ പുറത്ത് എന്തോറും പിള്ളേരുണ്ടാവും. കുറേ ഒന്നും കുത്തിരുന്ന് പഠിക്കും. പക്ഷെ അനിയത്തി അങ്ങനെ കുത്തിരുന്ന് പഠിക്കില്ല, കുറച്ചിരുന്ന് പഠിക്കുകയുള്ളൂ. പക്ഷെ നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ എന്നാൽ അവളെയും കമ്പയർ ചെയ്യും, അവളെ കണ്ട് പഠിക്കുന്നു പറയും. പക്ഷേ എൻ്റെ ബുദ്ധി എനിക്ക് എത്രത്തോളം പറ്റുമെന്ന് എനിക്കെല്ലാം അറിയാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റും. എല്ലാവരും കളിയാക്കും, റിലേറ്റീവ്സും കളിയാക്കും. ആരുടെ ബുദ്ധിയാണ്, പഠിച്ചതൊക്കെ മറന്നുപോകും, മണ്ടത്തിയാണ്. അങ്ങനെ കുഞ്ഞുനാൾ മുതൽ അങ്ങനെ ആയിരിക്കും. പിന്നെ എല്ലാ കമ്പാരിസൺ ഉണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ താമസിക്കുന്നത് എൻ്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ആളുടെ അമ്മയും എൻ്റെ മമ്മിയും ഫ്രണ്ട്സാണ്. ഞങ്ങൾ കുഞ്ഞുനാൾ തൊട്ട് ഫ്രണ്ട്സാണ്, എപ്പോഴും ഒരുമിച്ചാണ്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും ശത്രു എന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം. ബാക്കി എൻ്റെ ശത്രുക്കളൊന്നും ഇല്ല കേട്ടോ. ഞാൻ നോക്കുന്ന സമയത്ത് പൂരക്കളിയായിരിക്കും, മമ്മി നോക്കുന്ന സമയത്ത് അവളിന്ന് പഠിക്കണം. പിശാചിന് അത് കാരണം ഞാൻ കുറേ തല്ല് കൂടിയിട്ടുണ്ട്. അത് വേറെ കാര്യം. ഇപ്പം ഫ്രണ്ട്സൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ പെട്ട് ബിസി ആയിപ്പോയി. അങ്ങനിപ്പോൾ പറയണത്തൊക്കെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആരും ഇല്ല. ഇപ്പം അങ്ങനെ ഉണ്ടാവും, എല്ലാവരും തിരക്കില്ലാണ്ട് വലിയ കാര്യങ്ങളില്ല. അപ്പോൾ ടോപ്പിക്കൊന്നും വിട്ടുപോയി. അപ്പം ഇങ്ങനെ കളിയാക്കി പിന്നെ ഈ നേഴ്സിംഗ് വരെ എത്തി. അതെല്ലാം +2 കഴിഞ്ഞിരുന്നു. പിന്നെ മൊബൈൽ ഷോപ്പിൽ പോയി 1 മാസത്തേക്ക് ജോലിക്ക് ഉണ്ടായിരുന്നു. ജോലിക്ക് GNM തുടങ്ങുന്ന ഒക്ടോബറിൽ എന്തോ ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പ് വെറുതെ ഇരിക്കേണ്ടത് പറഞ്ഞ് അവിടെ പോയി ഫോൺ വാങ്ങി. ആദ്യം കിട്ടിയ പൈസ കൊണ്ട് ഫോൺ വാങ്ങി. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.
പിന്നെ നേഴ്സിങ്ങിന് പഠിച്ച് അത് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്ന് വെച്ചാൽ ഒരു ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കാൻ ആദ്യമായിട്ടാണ് നേഴ്സിങ്ങിന്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് വീട്ടിൽ ഞാനുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരെ അറിയത്തില്ല, ചോദിക്കും അവളവിടെ ഉണ്ടായിരുന്നോ, ശബ്ദം പോലും കേട്ടില്ല, അതിപ്പോൾ അവിടെ ടിവിയുടെ മുമ്പിലേക്ക് ഉണ്ടാവും മമ്മി പറഞ്ഞു. അതായിരിക്കും മെയിനായിട്ട് പറയുന്ന ഡയലോഗ്. അല്ലാണ്ട് ആർക്കും ശല്യവും അങ്ങനെയില്ല. പരിചയം റിലേറ്റീവ്സിനോട് അത്രയ്ക്ക് കംഫർട്ടുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കും, എല്ലാവരോടെയും മിണ്ടത്ത് പോലുമില്ല. അങ്ങനെ ഒരു സൈലൻറ്റ് ടൈപ്പ് ആളായിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ ആൾക്കാരെ ഫേസ് ചെയ്യണമെന്ന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ സംസാരിക്കാൻ ടൈം എടുക്കും. നന്നായിട്ട് പരിചയപ്പെട്ടെങ്കിലും അത്രയ്ക്ക് എനിക്ക് കംഫർട്ടുള്ളവരോട് അത് വായിട്ട് സംസാരിക്കും. അല്ലാണ്ടുള്ളവരോടൊന്നും ഞാനങ്ങനെ സംസാരിക്കുന്ന ടൈപ്പല്ല. ഒത്തിരി മമ്മിയുടെ വാലി തൂങ്ങി, അനിയത്തി എപ്പോഴും പറയും ഇങ്ങനെ മമ്മിയുടെ വാലി തൂങ്ങി നടന്നു, എല്ലാത്തിനും മമ്മീനെ ആശ്രയിച്ച് നടന്നു, ഒന്നും നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവില്ല. എല്ലാവരും പറയും അങ്ങനെ കേട്ട് റിലേറ്റീവ്സും പറയും നിനക്കൊന്നും എന്തിട്ടാണ് എപ്പോൾ വയ്ക്കാലും മമ്മീനെ ആശ്രയിച്ച് നടന്നു, നിനക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കും. പിന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. ഈ യൂട്യൂബിലോട്ട് ഇറങ്ങിയപ്പോൾ ഫ്രണ്ട്സും പറഞ്ഞു ഇത് ഐഫോൺ വേണം, അല്ലെങ്കിൽ GoProൻ്റെ അത് നല്ല ക്യാമറ, അതുപോലത്തെ ക്യാമറ. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ എബിസിഡ് വീഡിയോ എടുക്കാൻ പോലും അറിഞ്ഞൂടാ. യൂട്യൂബിലേക്ക് ഇറങ്ങി തുടക്കത്തിൽ ഒരു 10K വീഡിയോ കിട്ടി. അത് പറഞ്ഞപ്പോൾ മമ്മിയുടെ മുഖത്തുള്ള സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. അത്ര വീഡിയോ കിട്ടുക എന്ന് വെച്ചാൽ അതിൽ ഇനി മാത്രം ഒന്നുമില്ല, 3 ഇമോജി വെച്ചിട്ടുള്ളൊരു ഇത്, അതിൽ ചിരിക്കണത് പല ടൈപ്പിൽ ചിരിച്ചു, അതുകൊണ്ട് ക്ലിക്കായി. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടല്ലായിരുന്നു. അതുപോലത്തെ കണ്ടിന്യൂസ് ആ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചാനൽ കയറി പോകുന്നതായിരുന്നു. എനിക്ക് ഭയങ്കര ഏണിങ് ചെയ്യണമെന്ന്, ഭയങ്കര പൈസ ഉണ്ടാക്കണമെന്ന്, അതിപ്പോൾ അധ്വാനിച്ചാൽ പൈസ ഉണ്ടാക്കുന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ട്. ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്ത് വന്നതല്ലേ. അപ്പം ദൈവമായിട്ട് എന്തെങ്കിലുമൊക്കെ തരും. ഇല്ലാത്ത തൊട്ടടുത്ത് അന്തോണിസുല്ലാൻ്റെ പള്ളിയാണ് ഞങ്ങളുടെ പള്ളി, സെൻറ്റ് ആൻ്റണീസ് ഷെറൈൻ ചർച്ച് കൊരട്ടി തീർത്ഥാടന ചന്ദ്ര. അവിടെ എല്ലാ ദിവസവും കുർബാനക്ക് പോകും. ധ്യാനങ്ങൾ പോട്ടടുത്തുണ്ട്, ഡിവേനടുത്തുണ്ട്, ചിറ്റൂരുണ്ട്, കൃപാസനമുണ്ട്. പോകാത്ത ധ്യാനകേന്ദ്രങ്ങളൊന്നുമില്ല, ഉള്ള കണ്ട എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും പോകും. എന്നിട്ട് പ്രാർത്ഥിച്ചും കഴിഞ്ഞ് 3 വർഷം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനൊരവസ്ഥക്കാണ് വന്നത് അല്ലേ? ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കൊണ്ടുവന്ന് ഇങ്ങനൊരു ചതിക്കുഴിയിൽ വീഴ്ത്തി, ഇങ്ങനൊരു തട്ടിപ്പ് ഏജൻസിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അറിഞ്ഞൂടല്ലോ. ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. പക്ഷേ ഞാനിവിടെ വന്ന ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങൾ, ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റി. ഇംഗ്ലീഷൊന്നും മലയാളം മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്. ഈ പ്ലസ് ടു തൊട്ടാണ് ഇംഗ്ലീഷ് ടെസ്റ്റ് ഫുൾ ഇംഗ്ലീഷൊക്കെ ആയത്. പിന്നെ നേഴ്സിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഫുൾ ഇംഗ്ലീഷായി. പിന്നെ അപ്പോൾ മുതൽ പിന്നെ ഇംഗ്ലീഷ് പറയണമല്ലോ. അങ്ങനെ ബബായിരുന്നു, ഭയങ്കര കോൺഫിഡൻ്റ് ഇല്ലായ്മയായിരുന്നു. പിന്നെ കൽക്കട്ടയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് IELTS പഠിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ സമയത്ത് കൊറോണ വന്ന് ആ പൈസ മൂഞ്ചി. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ച് കുറച്ചൊക്കെ നല്ല രീതിയിൽ ഇത് വന്നതാണ്. അപ്പോൾ ഇത് ഓൺലൈൻ പഠിക്കാൻ വന്നു. ഓൺലൈനായപ്പോൾ മടിഞ്ഞ് അത് നിർത്തി. പിന്നെ ചിലവർ പറയും, പിന്നെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേന്ന് വിചാരിക്കും. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തോറ്റ് എല്ലാം കഴിഞ്ഞ് മടുത്ത് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്നുകൂടി പറയാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തുണ്ടെങ്കിലും നിങ്ങളുടെ മറുപടി അത് കമൻറ്റിലൂടെ പറയാൻ പഠിക്കരുത്. എന്തെങ്കിലും മാറ്റം ഞാൻ കൊണ്ടുവരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ വരുത്താം. എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെ തന്നെയാണോ വീഡിയോ എടുക്കേണ്ടതെന്ന്. ഈ നല്ല ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനിവിടെയാണല്ലോ താമസിക്കുന്നത്. ഈ ഇരിക്കണ കട്ടിയിലും ഈ ഇരിക്കണ മതിലുമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും. വെളിച്ചമെന്ന് പറയണത് ഈ പറഞ്ഞ സൺലൈറ്റും. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു ക്ലാരിറ്റി വേണം, എന്നാലേ ആൾക്കാർ വീഡിയോ കാണത്തുള്ളൂ. നന്നായിട്ട് സംസാരിക്കണം. എൻ്റെ ശബ്ദമൊക്കെ ഏതാണ്ട് ഒടിഞ്ഞ പോലെയാണ്. അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞു കേട്ടോ. എന്നാലും തോക്കാൻ തയ്യാറല്ല. ഇത്രയും തോറ്റ് ഇവിടെ എത്തിയില്ലേ, എന്നാലും തോക്കാൻ തയ്യാറല്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, പറ്റുമോ നോക്കണമല്ലോ. നമുക്ക് പറ്റുമോന്ന് നോക്കാണ്ട് എങ്ങനെ പറ്റുമോ ഇല്ലയെന്ന് പറ്റാം. ഇപ്പോൾ ഒരു 86 വീഡിയോസോളം ഇട്ടു. പക്ഷേ എനിക്കറിഞ്ഞൂടാ അതൊക്കെ എവിടെയാണ് എന്തൊക്കെ തെറ്റെന്ന് ഇപ്പോഴും പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ശരിയാവായിരിക്കും. പിന്നെ ഹോപ്പ് വെച്ച് അങ്ങോട്ട് പോകണം. പിന്നെ ഈ ലൈഫിൽ ഇത്രയും പേര് എത്തിയില്ലേ, ഇപ്പം എത്ര പേര് ചിലർ പറഞ്ഞു കേൾക്കാം നന്നായിട്ട് പഠിച്ചോട്ടാ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്ന അവസ്ഥയിൽ വരൂ. എനിക്ക് ഡിഗ്രി ഇല്ലേ, ഞാൻ നേഴ്സിംഗ് ഫീൽഡല്ലേ, ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തതല്ലേ, ജർമ്മനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വന്നതല്ലേ, എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കണതോ പോളണ്ടിൽ.
വിട്ടിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയ അവസ്ഥയല്ല. കാരണം ലക്ഷങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തല്ലേ വന്നേക്കണേ. തിരിച്ചു പോയി കഴിഞ്ഞാൽ കാണിച്ചേക്കണവർ എൻ്റെ മമ്മിയാണല്ലോ നിന്ന് കാണിച്ചല്ല പൈസ തന്നേക്കണം. റിലേറ്റീവ്സ് ആയാലും ശരി, അല്ലാണ്ടായാലും ശരി, അവർ എൻ്റെ മമ്മീനല്ലേ കൊങ്ങക്ക് ഓടിക്കത്തുള്ളൂ. ആ ഒറ്റക്കാരനും കൊണ്ടാണ് ഞാൻ നിർത്തി പോകത്തത്. പിന്നെ ഈ യൂട്യൂബ് തുടങ്ങിയത് നിർത്താത്തതും പറഞ്ഞല്ലോ. എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ മമ്മിയുടെ ഫേസിലുള്ള സന്തോഷം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ എനിക്ക് നിർത്തണ്ട, എന്തെങ്കിലും രക്ഷപ്പെടുമെന്ന് വെച്ചാൽ അതല്ല, രക്ഷപ്പെടുമായിരിക്കും. അതിന് പക്ഷേ വർഷങ്ങളും എടുക്കാതിരിക്കാം, എന്നാലും കുഴപ്പമില്ല, അത് നിർത്തിപ്പോയില്ല. ഇത്രയും തോറ്റ് വന്നവൾക്ക് ഇനി ഇതാണോ ബുദ്ധിമുട്ട്? അപ്പോൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം മെയിനായിട്ടുള്ള കാര്യം മമ്മീനെ ഹാപ്പി ആയിട്ട് വെക്കുക. അതിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ഉണ്ടാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള വ്യക്തി ഒരു, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള വ്യക്തി എൻ്റെ മമ്മി തന്നെ ആയിരിക്കും. മമ്മീനെ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നാട്ടിലേക്ക് തിരിച്ചു പോന്നാലും മമ്മിയായിട്ട് കുറേ യാത്രകളൊക്കെ പോവുക, അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇടുക, ഇതുപോലെ ഇടുക, അതൊക്കെ ഇടുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ലാതെ പോയിട്ടില്ല. മമ്മി അധ്വാനിക്കും. ആ പൈസ മൊത്തം മക്കൾക്ക് സ്വയമായിട്ട് അതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും യാത്രകൾ പോയിട്ടുണ്ടാവും. വേളാങ്കണ്ണി യാത്ര, മലയാറ്റൂർ, അങ്ങനെയുള്ള യാത്ര അല്ലാണ്ട് ഓർക്കാൻ മാത്രമുള്ള യാത്രകളൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഓർക്കാനായിട്ട് എൻ്റെ നാട്ടിലേക്ക് ഇവിടെ നിന്ന് അറിഞ്ഞൂടല്ലേ ഇവിടുത്തെ അവസ്ഥ. ഇറച്ചിക്കാട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ 1.5 വർഷത്തോളം 2 വർഷത്തോളം അധികമായി. ഇപ്പോൾ പോളിറ്റ് ഞാൻ 2 വർഷത്തോളം അധികമായി. പണ്ടൊക്കെ TRC കിടക്കുന്ന നേരത്ത് കിട്ടുമെന്ന്. ഇപ്പോൾ ഭയങ്കര ലാഗിങ്ങാണ്. പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പം അതിന് ലാഗിങ്ങുകളാണ്. എന്നാലും പിന്നെയും 2-3 ദിവസം കൂടി പിടിച്ചിരിക്കുക. ഇനി കാർഡ് ഇവിടെ നിന്ന് നിർത്തി പോകണമെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുക. നാട്ടിൽ നിന്നും കല്യാണം കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രഷറുണ്ട്. വേഗം തിരിച്ചു പോകാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ TRC കാർഡിന് വേണ്ടിയാണ് 2-3 ദിവസം കൂടി നിന്നിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് കെയർ നേഴ്സാണല്ലോ, കെയർ ഗീവറായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ അതില്ലാത്തിന് TRC ഒന്നുമല്ല. അപ്പോൾ ഇവിടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും പൈസ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ മൂവ് ചെയ്യാന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടി 3-4 മാസം കൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ചെയ്യണ പോലെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് ഇതുപോലെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇടുമ്പോൾ എനിക്കൊരു റിലീഫ് കിട്ടുന്നുണ്ട്. പിന്നെ ആദ്യമൊക്കെ ഞാൻ ചെയ്യും, ഇങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കും, വ്യൂസ് ആയോ, എത്ര ആയോ. പിന്നെ സങ്കടപ്പെടും. പിന്നെ അതേ വിട്ട് നോക്കിയിട്ട് കാര്യമില്ല, എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിരിക്കും. 50 വീഡിയോസ് 50 വ്യൂസ് അതിൽ കൂടുതലൊന്നും ഇപ്പോൾ ആയില്ല. ആദ്യമൊക്കെ തുടക്കത്തിൽ ആ 10K 1.2K 3, പിന്നെ അതിന് ശേഷം 80 വീഡിയോകളും ചെയ്തു. ഞാൻ ജനുവരിയിൽ ചാനൽ തുടങ്ങി. ജനുവരിയിൽ ചാനൽ തുടങ്ങി. മെയ് തൊട്ടാണ് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അതെന്തുകൊണ്ടാണ് ഗ്യാപ്പ് വന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ അറിഞ്ഞൂടായിരുന്നു. പിന്നെ അത് വിട്ട് പിന്നെ എങ്ങനെയായാലും ചാനൽ തുടങ്ങി. പിന്നെ ഇപ്പം ഇത്രയും വരെ എത്തി. അപ്പോൾ തോൽവികൾ ഇഷ്ടംമാതിരി ഉണ്ടാവും. ഞാനും ഇട്ടിട്ട് പോകുന്ന വിചാരിക്കും. സൂയിസൈഡൊക്കെ വരെ ചിന്തിച്ച സമയങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്ത് ഈ ഒന്നും ഇല്ലാണ്ടായിപ്പോലെ പ്രൊഫഷനും പോയി. വേറൊരു പ്രൊഫഷനാണെങ്കിലും ഇപ്പോൾ യൂറോപ്പിൽ വരാൻ പറ്റാണ്ട് നിൽക്കണ എന്തോരം പേരുണ്ട്. എന്നെ സഹായിച്ച് യൂറോപ്പ്. ഞാനിപ്പോൾ വന്നിട്ട് സ്ലോവേനിയ എന്ന് പറഞ്ഞ കൺട്രി കണ്ടു. അവിടെ നിന്ന് തന്നെ ഓസ്ട്രിയ എന്ന കൺട്രിയിലേക്ക് യാത്ര പോയി. കയ്യിൽ പൈസ ഇല്ലായിരുന്നു, പക്ഷേ ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ച് പോയി. അതുകൊണ്ട് ഓർക്കാൻ അതെങ്കിലും ഒരു ഓർമ്മയുണ്ട്. അവിടെ പോയി. ഇപ്പോൾ പോളണ്ട്, 3 ഡിഫറെൻറ്റ് കൺട്രീസ്. എന്തിൻ്റെ പേരിലായാലും ഞാൻ വന്ന് കണ്ടില്ലേ, അതുപോലും കാണാൻ പറ്റാതെ എത്ര പേരുണ്ട്, ആഗ്രഹമായിട്ടിരിക്കണവരുണ്ട്. അപ്പോൾ സ്വന്തം പ്രൊഫഷനിൽ തന്നെ വർക്ക് ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നൊന്നുമില്ല. വേറെ പ്രൊഫഷനിലായി നിന്നാലും വർക്ക് ചെയ്യാം. സ്വന്തം പ്രൊഫഷനിൽ തന്നെ നിന്നുകൊണ്ട് ജീവിക്കണമെന്ന് വിചാരിക്കണമൊക്കെ ജീവിക്കാം. ഇല്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതേ. അതിലൊന്നും ഇപ്പം സ്വന്തം പ്രൊഫഷനിൽ തന്നെ നിന്ന് ജയിക്കാണ്ട് വേറെ പ്രൊഫഷനിൽ നിന്ന് എത്ര പേര് ജയിച്ചിട്ടുണ്ട്. പിന്നെ മുകളിലുള്ള ഒരാൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇന്നയാൾക്ക് ഇന്നതെന്നൊക്കെ. എല്ലാവരും പറയും അധ്വാനിച്ച് മീൻസ് സ്വന്തം ഉണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും ഇന്ന വഴി കൂടി പോകണമെന്ന് മുകളിലുള്ള ആൾ തീരുമാനിച്ചിട്ടുണ്ടാവും. എത്രത്തോളം ദൈവമില്ല എന്ന് പറഞ്ഞാലും ഉണ്ട്. പിന്നെ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ മുടക്കിയായിരുന്നു. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. എത്ര കഷ്ടപ്പാട് വന്നാലും ഞാൻ വിചാരിച്ച് പട്ടിണിയായിരിക്കും ഈ ഒരാഴ്ച.
എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. ഏതെങ്കിലും വഴിയിൽ ദൈവം എന്നെ രക്ഷിക്കും, അല്ലെ എന്തെങ്കിലും ഒരു സോഴ്സ് എനിക്ക് കിട്ടിയിരിക്കും. അല്ല ആരെങ്കിലും വഴി ഒരു 200 സ്ലോട്ടിങ്ങനെ കടം ഞാൻ വിചാരിക്കും കിട്ടൂലെന്ന്, പക്ഷെ കിട്ടും. അടുത്ത സാലറി വരെ പിടിച്ചിരിക്കാനുള്ളൊരു വക തരും. അപ്പം ഇനി ഇവിടുത്തെ പോളണ്ടിലെ കാര്യങ്ങളും ബാക്കിയുള്ള ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്സും എൻ്റെ പഴയ ലൈഫും കാര്യങ്ങളും നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഓരോ യാതനകൾ എല്ലാം ഞാൻ ഉൾപ്പെടുത്തി വീഡിയോ ഇടാം. അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് മടത്തി നിൽക്കണവർക്കേ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമല്ലോ, മീൻസ് പ്രതീക്ഷ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.